പുലി ആശങ്കയിൽ നാട്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന അഭ്യൂഹങ്ങൾ ആശങ്കകൾക്ക് ഇടവരുത്തുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 5ഓളം ഇടങ്ങളിലാണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തിയ വനം വകുപ്പിനാകട്ടെ പുലിയുടെ കാൽപ്പാട് പോലും കണ്ടെത്തുവാനായിട്ടില്ല. ഇതിനിടയിൽ പൂച്ചപ്പുലിയുടെ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതും ആശങ്കയ്ക്ക് ഇട നൽകി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് പുലിയെ കണ്ടതായി വ്യാപകമായി നാട്ടുകാർ പരാതികൾ പറഞ്ഞു തുടങ്ങിയത്. ഏറ്റവും ആദ്യം കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പുലിയെ കണ്ടതായി പറഞ്ഞത്. പിന്നീട് ഇവരുടെ വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് തെളിഞ്ഞു. ഇതിനുശേഷം തൂക്കുപാലത്തിന് സമീപവും രാമക്കൽമേട്ടിലുമൊക്കെ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇവിടങ്ങളിലെല്ലാം വ്യാപകമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു കാൽപ്പാട് പോലും കണ്ടെത്തുവാനായില്ല. ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെ മേഖലയിലെ ഒരു പ്രദേശവാസിയുടെ വീട്ടുമുറ്റത്ത് കണ്ട കാൽപ്പാടുകളാണ് ആശങ്ക പടർത്തിയത്. എന്നാൽ ഇത് നായയുടെ കാൽപ്പാടാണെന്ന് പിന്നീട് കണ്ടെത്തി. ഇതിനിടയിൽ മേഖലയിൽ ആശങ്ക പടർത്തിയ മറ്റൊരു കാഴ്ചയാണ് ഇനി. ഇത് പുലിയുടെ കുഞ്ഞായിരുന്നുവെന്നാണ് ആദ്യം പ്രചരിച്ച വാർത്ത. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പൂച്ചപ്പുലിയുടെ കുഞ്ഞാണെന്ന് കണ്ടെത്തി. ദിനംപ്രതി ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് മൂലം നാട്ടുകാരും വലിയ ആശങ്കയിലാണ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങി ഓഫീസിലിരിക്കാതെ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ നാട്ടിൽ നടത്തണമെന്നാണ് നാട്ടുകാരും തിരിച്ചടിക്കുന്നത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.